മാത്സിലേക്ക് സ്വാഗതം. ഇന്ന് PSCയുടെ വിവിധ മത്സര പരീക്ഷകൾക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ വിശദമായി ഡിസ്കസ് ചെയ്ത് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് ക്ലോക്കിനെ സംബന്ധിച്ച ഒരു ചോദ്യം നോക്കാം. X മണിക്ക് ശേഷം ഒരു ക്ലോക്കിലെ സൂചികൾ ഒന്നിക്കുന്ന സമയം കാണാൻ 60x/11 എന്ന ഫോർമുല വെച്ച് കണ്ടാൽ മതി. അത് ഒരു ഷോർട്ട് കട്ട് ഫോർമുലയാണ്. 7 മണിക്ക് ശേഷം ഒരു ക്ലോക്കിലെ സൂചികൾ ഒന്നിക്കുന്ന സമയം കാണാൻ 60x/11, 60 × 7/11, 420/11. 420നെ 11 കൊണ്ട് ഹരിക്കുമ്പോൾ 38 ഹരണബലം വരും. ശിഷ്ടം 2, അതായത് ഹരണബലം എത്ര വന്നു അതിവിടെ എഴുതുക 38, ശിഷ്ടം എത്ര വന്നു അത് മുകളിൽ എഴുതുക. എത്ര കൊണ്ട് ഹരിച്ചപ്പോൾ 11. 38ഉം 2/11 ഒരു മിശ്രഭിന്നം വന്നു. ഇവിടെ നോക്കാം ഓപ്ഷൻ. 7 മണിക്ക് ശേഷം 35 മിനിറ്റ്, 7 മണിക്ക് ശേഷം 40 മിനിറ്റ്, 7 മണിക്ക് ശേഷം 38ഉം 2/11 മിനിറ്റ്. അതാണ് ഉത്തരം. 38ഉം 2/11 ആണല്ലോ ഇവിടെ കിട്ടിയ. ഓപ്ഷൻ സി ആണ് ഉത്തരം. അതായത് X മണിക്ക് ശേഷം ഒരു ക്ലോക്കിലെ സൂചികൾ ഒന്നിക്കുന്ന സമയം ചോദിച്ചാൽ 60x/11 എന്നുള്ള ഷോർട്ട് കട്ട് ഫോർമുല വെച്ച് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്നതാണ്. ഈ ഫോർമുല ഓർത്താൽ മതി. അപ്പോൾ 7 മണിക്ക് ശേഷം എന്നുള്ളത് 4 മണിക്ക് ശേഷമാണ് 60 × 4/11 വെച്ച് ചെയ്താൽ മതി. അപ്പോൾ 7 മണിക്ക് ശേഷം ആയതുകൊണ്ട് 60x/11, 60 × 7/11, അതായത് 420/11. 420നെ 11 കൊണ്ട് ഹരിക്കുമ്പോൾ 38 വരും ഹരണബലം. ശിഷ്ടം 2, അതായത് ഹരണബലം ഏത് വരുമോ അത് ആദ്യം എഴുതും 38, ശിഷ്ടം മുകളിൽ എഴുതുക 2. എത്ര കൊണ്ട് ഹരിച്ചപ്പോൾ 11 കൊണ്ട് ഹരിച്ചപ്പോൾ 38ഉം 2/11. ഇവിടെ 38ഉം 2/11 വരുന്ന ഓപ്ഷൻ സി ആണ്. 7 മണി കഴിഞ്ഞ് 38ഉം 2/11 മിനിറ്റ്. അതാണ് ഉത്തരം. പ്രതിബിംബ സമയം എപ്പോഴും ചോദിച്ച് കാണാറുള്ള ടോപ്പിക്കാണ്. 1 മണി മുതൽ 11 മണി വരെയുള്ള സമയത്തിൻ്റെ പ്രതിബിംബ സമയമാണ് ചോദിച്ചതെങ്കിൽ തന്നിരിക്കുന്ന സമയം 11:60 നിന്ന് കുറച്ചാൽ മതി. 11 മണിക്ക് ശേഷം 12:59 വരെയുള്ള സമയത്തിൻ്റെ പ്രതിബിംബ സമയമാണ് ചോദിച്ചതെങ്കിൽ 23:60 നിന്ന് തന്ന സമയം കുറച്ചാൽ മതി. ഇത് രണ്ടും മനസ്സിലാക്കിയിരിക്കും. 1 മണി മുതൽ 11 മണി വരെയുള്ള സമയമാണ് പ്രതിബിംബ സമയമാണ് ചോദിച്ചതെങ്കിൽ 11:60 നിന്ന് തന്ന സമയം കുറയ്ക്കുക. 11 മണിക്ക് ശേഷം 12:59 വരെ ഉള്ള സമയത്തിൻ്റെ പ്രതിബിംബ സമയമാണ് ചോദിച്ചതെങ്കിൽ 23:60 നിന്ന് തന്ന സമയം കുറച്ചാൽ മതി. ഉദാഹരണത്തിന് 4:10 പ്രതിബിംബ സമയം. 4:10 എന്ന് പറഞ്ഞാൽ 1 മണിക്ക് ശേഷം 11 മണി വരെയുള്ള സമയം. 11:60 നിന്ന് 4:10 കുറയ്ക്കുക, അതായത് 7:50. 3:30 പ്രതിബിംബ സമയം, അതായത് 1 മണിക്ക് ശേഷം 11 മണിക്ക് മുമ്പാണ്. അപ്പോൾ 11:60 നിന്ന് 3:30 കുറയ്ക്കുക, 8:30. 11:40 പ്രതിബിംബ സമയം 11 മണിക്ക് ശേഷമാണ്, അതുകൊണ്ട് 23:60 നിന്ന് 11:40 കുറയ്ക്കുക. മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് കാണാൻ ഒരു എളുപ്പ വഴി പറയുന്നതാണ്. ഇങ്ങനെയാണ് സമയം തന്നതെങ്കിൽ 1:05, 1 × 5 1:05, 1 മണി 5 മിനിറ്റ്. 2:10, 2 × 5 10, 2:10. 3 മണി 15 മിനിറ്റ്. 3 × 5 15. 4 മണി 20 മിനിറ്റ്. 4 × 5 20. ആ മണിക്കൂറിനെ 5 വെച്ച് കുണിക്കുന്നതാണ് മിനിറ്റ് വന്നതെങ്കിൽ. 5 × 5 25, 5 25. 6 × 5 30, 6 × 5 30, അതായത് 7 × 5 35, 8 × 5 40, 9 × 5 45, 10 × 5 50, 11 × 5 55. ഈ രീതിയിലാണ് സമയം തന്നിരിക്കുന്നതെങ്കിൽ ഒരു എളുപ്പ വഴിയുണ്ട്. തന്നിരിക്കുന്ന മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് കാണാൻ 40 ആകുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് ചോദിച്ചാൽ 40ൻ്റെ നേരെ പകുതി 20 ഡിഗ്രിയാണ്. 10:50 ചോദിച്ചെങ്കിൽ 50ൻ്റെ നേരെ പകുതി, ആ മിനിറ്റിൻ്റെ പകുതി എടുത്താൽ മതി. 50ൻ്റെ പകുതി 25 ഡിഗ്രി വരും. ഇവിടെ ഒരു ചോദ്യം, PSCയുടെ ചോദ്യമാണ്. 1:05 സമയം കാണിക്കുന്ന ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ്. 1:05 ഓർക്കാൻ എളുപ്പമാണ്. 1നെ 5 കൊണ്ട് ഗുണിച്ചാൽ 5, 2നെ 5 കൊണ്ട് ഗുണിച്ചാൽ 10, 2 10. 3നെ 5 കൊണ്ട് ഗുണിച്ചാൽ 15, 3 15. 4നെ 5 കൊണ്ട് 4 20, 5 5 25, 5 25. 6 5 30, 7 5 35. ഇവിടെ 1:05 ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ മിനിറ്റ് എടുക്കുക, നേരെ പകുതി എടുക്കുക. 5ൻ്റെ പകുതി 2.5 ഡിഗ്രി. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇവിടെ ഒരു ക്ലോക്കിലെ മിനിറ്റ് സൂചി 1 മിനിറ്റിൽ 6 ഡിഗ്രി തിരിയുന്നു. ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചി 1 മിനിറ്റിൽ 1/2 ഡിഗ്രി തിരിയുന്നു. ഒരു മണിക്കൂറിൽ മിനിറ്റ് സൂചി 360 ഡിഗ്രി തിരിയുന്നു. ഒരു മണിക്കൂറിൽ മണിക്കൂർ സൂചി 30 ഡിഗ്രി തിരിയുന്നു. ഇത് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക, പെട്ടെന്ന് ചെയ്യാൻ പറ്റും കാര്യങ്ങളിത്.
ഒന്ന് യുക്തി ഉപയോഗിച്ച് ചിന്തിച്ചാൽ പെട്ടെന്ന് മനസ്സിലാകാൻ കഴിയും. ഒരു ക്ലോക്കിലെ മിനിറ്റ് സൂചി 1 മിനിറ്റിൽ 6 ഡിഗ്രി തിരിയുന്നു. 1 മിനിറ്റ് 6 ഡിഗ്രി. ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചി 1 മിനിറ്റിൽ 1/2 ഡിഗ്രിയേ തിരിയുന്നുള്ളൂ. മണിക്കൂർ സൂചി 1/2 ഡിഗ്രി. ഒരു മണിക്കൂറിൽ മിനിറ്റ് സൂചി 360 ഡിഗ്രി തിരിയുന്നു. ഒരു മണിക്കൂറിൽ മണിക്കൂർ സൂചി 30 ഡിഗ്രി തിരിയുന്നു. സൂചികൾ എതിർദിശയിൽ വരുന്ന സമയം കാണാൻ x ± 6 × 60/11 എന്ന ഫോർമുല ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. അത് ഷോർട്ട് കട്ടാണ്. സമയം 6ന് മുകളിൽ വന്നാൽ x - 6 × 60/11 6ന് താഴെയാണെങ്കിൽ x + 6 × 60/11 ഉപയോഗിച്ചാൽ മതി. ഇവിടെ ഒരു ക്ലോക്കിൽ 5 മണി മുതൽ 6 മണി വരെയുള്ള സമയങ്ങളിൽ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചി എതിർദിശയിൽ വരുന്നത് എപ്പോഴാണെന്ന്. ഇവിടെ 5 മണി മുതൽ 6 മണി വരെ എന്ന് പറഞ്ഞാൽ 6ന് താഴെയാണ്. അതായത് x + 6 × 60/11 എന്നുള്ള ഫോർമുല ഉപയോഗിക്കണം. 5 + 6 × 60/11. 5 മണിക്ക് ശേഷം 5 11 × 60/11, അതായത് 60. 5 മണി 60 മിനിറ്റ്, അതായത് 6 മണി. ഓപ്ഷൻ എ ആണ് ഉത്തരം. സൂചികൾ എതിർദിശയിൽ വരുന്ന സമയം കാണാൻ x ± 6 × 60/11 എന്ന ഫോർമുല ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. സമയം 6ന് മുകളിൽ വന്നാൽ x - 6 × 60/11 6ൽ താഴെയാണെങ്കിൽ x + 6 × 60/11 ഉപയോഗിക്കുക. ഇവിടെ ഒരു ക്ലോക്കിൽ 5 മണി മുതൽ 6 മണി വരെയുള്ള സമയങ്ങളിൽ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും എതിർദിശയിൽ വരുന്ന എപ്പോഴെന്ന ചോദ്യം. x + 6 × 60/11, അതായത് 6 മണിക്ക് താഴെ ആയതുകൊണ്ട് 5 മണി മുതൽ 6 മണി വരെ, അതായത് 5 + 6 × 60/11 11 × 60/11, അതായത് 5 മണി 60 മിനിറ്റ്. ഇവിടെ 60 അല്ലേ നമുക്ക് കിട്ടിയ 60. അപ്പം 5 മണി 60 മിനിറ്റ്. 5 മണി 60 മിനിറ്റ് എന്ന് പറയാൻ 6 മണി. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഒരു ദിവസത്തിൽ ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ 22 പ്രാവശ്യം ഒന്നിക്കുന്നു. ഒരു ദിവസത്തിൽ ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ 22 പ്രാവശ്യം ഒന്നിക്കുന്നു. ഒരു ദിവസത്തിൽ ഒരു ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ 44 പ്രാവശ്യം എതിർദിശയിൽ വരുന്നു. ഒരു ദിവസത്തിൽ ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ 44 പ്രാവശ്യം മട്ടക്കോണിൽ വരുന്നു. മട്ടക്കോണം എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി. അപ്പോൾ തമ്മിലുള്ള കോണളവ്. പ്രവർത്തിക്കാത്ത ഒരു ക്ലോക്ക് ഒരു ദിവസം 2 പ്രാവശ്യം കൃത്യസമയം കാണിക്കുന്നത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും. രാത്രിയിൽ കറക്റ്റ് സമയം ആ സമയമാകുമ്പോഴുള്ള സമയവും പകലും കറക്റ്റ് സമയം ആ സമയമാകുമ്പോഴുള്ള സമയം. ഒരു ദിവസം ഒരു ക്ലോക്കിലെ സമയവും പ്രതിബിംബ സമയവും 4 പ്രാവശ്യം ഒരേ സമയം കാണിക്കുന്നു. അതായത് ഒരു ദിവസത്തിൽ ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ 22 പ്രാവശ്യം ഒന്നിക്കുന്നു. ഒരു ദിവസത്തിൽ ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ 44 പ്രാവശ്യം എതിർദിശയിൽ വരുന്നു. ഒരു ദിവസത്തിൽ ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ 44 പ്രാവശ്യം മട്ടക്കോണിൽ വരുന്നു, 90 ഡിഗ്രി. അതൊക്കെ ചോദിക്കുന്ന. പ്രവർത്തിക്കാത്ത ഒരു ക്ലോക്ക് ഒരു ദിവസം 2 പ്രാവശ്യം കൃത്യസമയം കാണിക്കുന്നു. പകൽ ആ കറക്റ്റ് സമയം വരുമ്പോൾ അതിൽ കറക്റ്റായിരിക്കും കൂടെ. ഇപ്പോൾ 2:10 പകലും 2:10, രാത്രിയിലും 2:10, അങ്ങനെ വരും. 2 പ്രാവശ്യം. ഒരു ദിവസം ഒരു ക്ലോക്കിലെ സമയം പ്രതിബിംബ സമയവും 4 പ്രാവശ്യം വരെ സമയം കാണിക്കുന്നു. കാര്യങ്ങൾ ഓർത്തിരിക്കുക. ക്ലോക്കുമായിട്ട് സംബന്ധിച്ച ഒരു ലോങ് വീഡിയോ ആണ് എടുത്തത്. ഇത് നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇത് വളരെയേറെ ഫലപ്രദമാകും. ക്ലോക്ക് സമയം സംബന്ധിക്കുന്ന ഈ ടോപ്പിക്കിലെ ലോങ് വീഡിയോസ് ധാരാളം ഞാൻ ഇട്ടിട്ടുണ്ട്. കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കായിട്ട് ധാരാളം ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ഈ മാത്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇത് നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക്